ഇല. അപ്പൊ ഇതിനെ ബിരിയാണി ഇല, ബിരിയാണി കൈത എന്ന പേരിലൊക്കെ അറിയപ്പെടും. അപ്പൊ ഇത് ഭക്ഷണത്തിന് രുചി മണമൊക്കെ വർദ്ധിപ്പിക്കാനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കണത്. പ്രധാനമായിട്ട് ബിരിയാണിയിലാണ് ഇത് ഉപയോഗിക്കണത്. ഇപ്പൊ ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചിക്കൻ, ബീഫിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. നല്ല മണമായിരിക്കുള്ളൂ, നല്ല ടേസ്റ്റും ആയിരിക്കുള്ളൂ. പിന്നെ അതേപോലെ നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ പുട്ടിൻ്റെ ആവിയുടെ വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുത്താൽ പുട്ടിന് ഭയങ്കര ടേസ്റ്റൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഭക്ഷണത്തിന് പൊതുവേ ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവാനായിട്ടാണ് നമ്മൾ ഈ ബിരിയാണി കൈത അല്ലെങ്കിൽ രമ്പയുടെ ഇലയൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ബിരിയാണി ഇല എന്നും പറഞ്ഞിട്ട് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് ഈ രമ്പ ചെടിയുടെ ഇലയാണ്, ഉണക്കിയ ഇലകളാണ് നമുക്ക് കിട്ടണത്. നമുക്കിത് നമ്മുടെ വീട്ടിൽ പച്ചന് തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കണ്ട, ഇതാണ് ചെടികൾ. കാണാൻ നല്ല ഭംഗിയാണ് രമ്പയുടെ ചെടി കാണാനായിട്ട്. ഇതേപോലെയാണ് ഇലകളൊക്കെ ഇരിക്കണം. കണ്ട, നല്ല നീളത്തിൽ നല്ല പച്ച കളറിൽ കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് രമ്പയുടെ ചെടി എന്ന് പറഞ്ഞാൽ. തണലുള്ള സ്ഥലം മതി നമുക്ക് വളർത്താനായിട്ട്. വെയിലൊന്നും രമ്പച്ചെടിക്ക് ആവശ്യമില്ല. പിന്നെ പരിചരണങ്ങൾ ഒട്ടും തന്നെ വേണ്ട. നമ്മൾ ആദ്യം നട്ടു കൊടുത്തിട്ട് പിന്നെ വേനൽക്കാലത്ത് നമുക്ക് നനച്ച് മാത്രം കൊടുത്താൽ മതി. വേനൽക്കാലത്ത് നനക്കണം ഇട്ട, അല്ലെങ്കിൽ ചെടി പെട്ടെന്ന് വാടിപ്പോവും. പിന്നെ വേറെ പരിചരണങ്ങളൊന്നും വേണ്ട. കീടങ്ങളുടെ ഒരു ശല്യങ്ങളും ഇല്ല. നിങ്ങൾ കണ്ടില്ലേ, ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണത്. ഒരു കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് രമ്പച്ചെടി. പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് രമ്പ എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ പാറ്റകളുടെ ശല്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പാറ്റകളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ രമ്പച്ചെടിയുടെ ഇലകൾ മുറിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ പാറ്റ ശല്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രമ്പയുടെ ഇല പാറ്റ ശല്യമുള്ള ഇപ്പോൾ കബോർഡിൻ്റെ ഉള്ളികളിലൊക്കെയാണ് വീടുകളിൽ പ്രധാനമായിട്ട് പാറ്റകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കബോർഡിൻ്റെ ഉള്ളികളിലൊക്കെ ഇത് പീസാക്കി ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെയുള്ളൊരു ഗുണവും കൂടി ഈ രമ്പയിലൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ രമ്പൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് രമ്പയിലയുടെ ചെടി. ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ താഴെ തറയിലോ എവിടെ വേണമെങ്കിലും ഇത് വളർത്താം. ഇപ്പം ഇത് കണ്ട, ഈ മതിലിൻ്റെ അരികിൽ തന്നെ ഞാനിത് വളർത്തിയിട്ട് കാണാൻ നല്ല ഭംഗിയിൽ നിൽക്കണേണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഗാർഡനൊക്കെ ഉണ്ടാക്കണവർക്ക് ഗാർഡൻ്റെ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ചെടിയാണ്. പിന്നെ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ, നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നമുക്കിത് എന്തായാലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ തൈകൾ, ഇതിൻ്റെ ഇപ്പോൾ തടത്തിൽ നിന്ന് തൈകൾ വരും. അപ്പോൾ ആ തൈകൾ വന്നേണ്ട, ചെറിയ തൈകൾ വന്നേണ്ട. അപ്പോൾ ആ തൈകൾ നമുക്ക് മാറ്റി നട്ടിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുക. അതേപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് നട്ടാലും പിടിക്കട്ടെ. വേരൊന്നും വേണമെന്നില്ല രമ്പയുടെ ചെടിക്ക്, വേരൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് മുറിച്ചായാലും നട്ടു കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു രമ്പയുടെ ചെടിയൊക്കെ എങ്കിലും എല്ലാവരും വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.